എടോ നന്ദിനി, എടാ പെട്ടെന്നാവട്ടെ, എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തണം. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ള ദിവസാ, ഒരു മിനിറ്റ് പോലും വൈകാൻ പാടില്ല. സാർ, ഈ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള എന്നെയും കൊണ്ട് എന്തിനാ അവിടെ പോകുന്നത്? അതെ, കമ്പനി സിഇഒ ഇല്ലാതെ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കില്ല. എടോ, ഇന്നത്തെ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കേണ്ട ആളാ താൻ. സത്യം പറഞ്ഞോ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാലോന്ന് തോന്നുക. സാർ ഓരോന്ന് കാണിച്ചു വെക്കും, എന്നിട്ട് അനുഭവിക്കുന്ന ഞാനാ. നന്ദിനി, ഇതേ വെറുതെ കളിക്കില്ലേ. എടോ, ഈ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും, പിന്നെ നമ്മുടെ കമ്പനിയുടെ വമ്പൻ ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരെല്ലാരും കൂടി ചേർന്നിരുന്ന് ഇനി കുറച്ചു മാസത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകൾ നോക്കണം. പുതുതായി കമ്പനി ഏതെങ്കിലും പ്രോഡക്റ്റുകൾ രംഗത്തേക്ക് ഇറക്കേണ്ടതുണ്ടോ, നിലവിൽ കമ്പനി ആരിൽ നിന്നൊക്കെ മത്സരം നേരിടുന്നു, ആ മത്സരത്തിൽ വിജയിക്കാൻ എന്താ മാർഗം, ഇതെല്ലാം കൂടി ചർച്ച ചെയ്യുന്നു. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. എന്താടോ? സാർ, ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇത് എനിക്ക് മനസ്സിലാവണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും സാർ. ഞാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് പിന്നെ മീറ്റിംഗിനകത്ത് ഇരുന്നാ പോരെ? അത് പറ്റില്ല. എടോ, താനാണ് പത്മ ഇൻഡസ്ട്രീസിന്റെ സിഇഒ. താൻ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. എടോ, തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെ തനിക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതേ മീറ്റിംഗിൽ ഞാനുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? സാറിനെ കൊലക്ക് കൊടുത്ത് അടങ്ങുമല്ലേ? എടോ, ഇതിലൊരു മാറ്റമില്ല നന്ദിനി. പത്മ മേഡത്തിനെ വെല്ലുവിളിച്ച് ഞാൻ കൊണ്ടിരുത്തിയ പൊസിഷനാ ഇപ്പൊ തൻ്റെത്. അത് മാറ്റാൻ പറ്റില്ല. സോറി. സാർ 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 ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാർ. ഇന്ന് മീറ്റിങ്ങിന് ഞാനില്ലെങ്കിൽ പത്മ മാഡത്തിന് നല്ല സന്തോഷമായിരിക്കും. എന്നിട്ട് അടുത്ത തവണയും മാഡം വിചാരിക്കും ഞാൻ വരില്ല എന്ന്. അപ്പം നമുക്ക് പോവാം സാർ. എടോ, ഒരു കള്ളം പറഞ്ഞു പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിന്റെ ബട്ടണൊക്കെ ഞാൻ തന്നെ ഇട്ടോളാം. താനേ വേഗം റെഡിയാവും നോക്ക്. പിന്നെ നന്ദിനി, ഇന്നത്തെ മെയിൻ അജണ്ട ഉണ്ടല്ലോ, കുക്കർ നിർമ്മാണത്തിൽ നമ്മുടെ കമ്പനി കുറച്ച് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഉണ്ടായിരുന്ന കമ്പനികളുടെ പ്രൊഡക്ഷൻ നമ്മളെ മൊത്തത്തിലങ്ങ് ബാധിക്കും. എപ്പോൾ വേണമെങ്കിലും ഇൻഡസ്ട്രിയിൽ അവർ നമ്മളെ മറികടക്കാം. അങ്ങനെ മറികടന്ന പത്മ ഇൻഡസ്ട്രീസ് പിന്നെ 2ാം സ്ഥാനത്താണ്. കമ്പനിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പത്മ ഇൻഡസ്ട്രീസ് 2ാം സ്ഥാനത്തേക്ക് പോയിട്ടേ ഇല്ല. സോ ഒന്നുകിൽ നിലവിലുള്ള പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഐഡിയ, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ്. 2-1 ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ എന്തായാലും പറയണം. അതെ, നോക്കി താൻ പറയുകയാണെങ്കിൽ നല്ലത്. അതെ എടോ, എല്ലാവരും തന്നെ പോലെയുള്ള ആളുകളല്ലേ. പിന്നെ അവരിൽ ചിലര് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അത് താൻ കാര്യമാക്കണ്ട. തനിക്കറിയാവുന്ന ലാംഗ്വേജിൽ തനിക്ക് പ്രസന്റ് ചെയ്യാനുള്ളത് ആരുടെ മുമ്പിലായാലും പ്രസന്റ് ചെയ്തേക്ക്. സാർ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. നോ നന്ദിനി, ഇനിയിപ്പോ താൻ സംസാരിച്ച് എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. അതിലും നല്ലത് ബോർഡ് മീറ്റിംഗിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്യും. താനിങ് വന്നേ. നോക്ക്, എങ്ങനെയുണ്ട് പത്മ ഇൻഡസ്ട്രീസിന്റെ സിഇഒ? ചേലായിട്ടുണ്ട്. ഡോണ്ട് വറി. ആദ്യം തനിക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയ എന്നോട് ഷെയർ ചെയ്യും. എന്നിട്ട് അത് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണോ നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. നന്ദിനി, നമുക്കിറങ്ങാം. വാ.
വിജയ്? എനിക്ക് ബോർഡ് മീറ്റിങ്ങിനെ കുറിച്ച് ചില ഐഡിയകൾ പറയാനുണ്ട്. വിജയ് ഒന്നും മിണ്ടാതിരിക്കെ. എന്തിനിങ്ങനെ ആർക്കും മനസ്സിലാവാതെ എന്തെങ്കിലും പറഞ്ഞിട്ട്? ആന്റി, ഇന്ദ്രജിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ആന്റിക്ക് നല്ല വിവരമുണ്ട്. അതുകൊണ്ട് ആന്റി ഇതൊന്ന് കേക്ക്. അതുകൊണ്ട് ആന്റി ഇത് കേൾക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിജയ്. അയ്യോ, ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ലേ? ആന്റി, ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ സൂര്യൻ നന്ദിനെ അടിച്ചു മലർത്താൻ ഒരു സൂപ്പർ ഐഡിയ എന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല വിജയ്. ഒരു കാര്യം ചെയ്. കാര്യം എന്താന്ന് വെച്ചാ ഒരു പേപ്പറിൽ എഴുതിയേക്കെ. എന്തിന്? ഒരു പേപ്പറും പേനയും എടുത്തോണ്ട് വാ. അവിടെ ഇരിക്കുന്നുണ്ടോ? ഓ, ഒരു പേപ്പറും പേനയും എടുത്തോണ്ട് വാ. ഒന്ന് വേഗം വാ. ആന്റി, ഒരു സൂപ്പർ ഐഡിയ. ഉണ്ടായിരിക്കട അവിടെ. വാ കൊടുത്തു. മന്ത്രി, ഈ ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോഴേ നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത് ബോർഡ് മീറ്റിങ്ങിനുള്ള മെമ്പേഴ്സ് വരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണമെന്നാണ്, അല്ലേ?